ഞാൻ എൻ്റെ പെൻഷൻ്റെ ആവശ്യത്തിനായിട്ട് കഴക്കൂട്ടം സബ് ട്രഷറിയിൽ പോകുമ്പോൾ ഓരോ ദിവസവും പലപ്പോഴായിട്ട് പോകുമ്പോഴും ഒരു ചെറിയ കൃഷി ഒന്ന് ഉത്സാഹിച്ച് കാണുന്നതായിട്ട് മനസ്സിലായി. കുറേശ്ശെ കൃഷി കൂടി വരുന്നു. അപ്പോൾ അതിലാദ്യം വെണ്ടയും വഴുതനയും ചീരയും ഒക്കെ ആയിരുന്നു കുറച്ച് ഭാഗത്ത്. പിന്നെ അത് പതുക്കെ കുറേശ്ശെ വലുതായി, വിശാലമായി, സിസ്റ്റമാറ്റിക്കായി, മോഡേൺ ടെക്നിക്സൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അത് വളരെ വിശാലമായിട്ട് കൃഷി പുരോഗമിക്കുന്നു. ഒഴിഞ്ഞു കിടന്ന പറമ്പും ഡിമോളിഷ് ചെയ്യാൻ കിടന്ന കെട്ടിടങ്ങളുമൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി പറക്കി ഒതുക്കി അടുക്കി മോഡേൺ രീതിയിലുള്ള കൃഷി രീതികളും, അതുപോലെ തറയിലും ഗ്രോ ബാഗിലും കണ്ടെയ്നറുകളിലും ഇടമുള്ളിടത്തെല്ലാം 1 ഇഞ്ച് സ്ഥലം കളയാതെ കൃഷി പുരോഗമിക്കുന്നു. അപ്പം എന്നിലെ കൃഷിക്കാരിയുടെ ഒരു ലാഞ്ചനയും അതിനോട് ആകർഷണം തോന്നുകയും എന്താണെന്ന് മനസ്സിലാക്കണം, ഈ കൃഷിയുടെ പിറകിൽ ആരാണ് എന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ പലപ്പോഴായി വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഇത്തവണ ഞാൻ ട്രഷറി പോകുമ്പോൾ ഇത്രയും വിശാലമായ കൃഷി കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ പിറകിലുള്ള കൈകളെ, കരങ്ങളെ, അതിൻ്റെ ചാലകശക്തികളെ, അതിൻ്റെ പ്രോത്സാഹനം ആരാണ്, എങ്ങനെയാണ് എന്നുള്ളതറിയാൻ എനിക്ക് വലിയ കൗതുകമായി. അങ്ങനെ ഞാൻ അവിടെ എല്ലാം കറങ്ങി നടന്നപ്പോൾ അവിടെ ഏത്തവാഴ കൃഷി ഗംഭീരമായിട്ടുണ്ട്. നല്ല മുട്ടൻ കൊലകളുമുണ്ട്. എല്ലാം ഓണത്തിന് പാകമാകും. പിന്നെ വഴുതന, കോളിഫ്ലവർ, കാബേജ്, പച്ചമുളക്, വെണ്ട, ചീര, തക്കാളി, ഇങ്ങനെ കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട വള്ളിച്ചെടികളൊന്നും കണ്ടില്ല, അത് സീസൺ കഴിഞ്ഞിട്ടായിരിക്കാം. കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഇനവും പല പ്രായത്തിലുള്ളത്, വിളവെടുത്ത് കഴിഞ്ഞ് നിൽക്കുന്നത്, പുതിയത് നട്ടത്, അതിന് കുറച്ച് കൃഷിക്കാരും ജോലിക്കാരും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ, വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. കൃഷി നഷ്ടം എന്നും പറഞ്ഞ് എല്ലാവരും കൈയൊഴിയുന്ന ഇക്കാലത്ത് ഇത്രയും കൃഷി പുനരുജ്ജീവിപ്പിച്ചെടുത്ത ആ ചാലകശക്തികളെ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ മനസ്സാ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ പറമ്പ് മൊത്തം കറങ്ങി നടന്നു. അപ്പോൾ ട്രഷറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെൻഷനേഴ്സും അല്ലാത്തവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുന്ന് ഈ കൃഷിയുടെ ആളിനെ കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കറങ്ങി നടന്ന് അപ്പോൾ വാഴക്കൂട്ടത്തിനിടയ്ക്കുന്ന ഒരാളെ കണ്ടു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. സർ, ഈ കൃഷി ആരാണ് നടത്തുന്നത്? അദ്ദേഹത്തെ സാറിന് അറിയുമോ? എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഷുവർ മാഡം, ഞാൻ തന്നെയാണ്. ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഇത് നടത്തുന്നത്. ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങൾ ഇത് മാത്രമല്ല, ഇനിയും മറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളും തരിശും ഒക്കെ എടുത്ത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. ധാരാളം വിൽപ്പനയുണ്ട്. നല്ല ആഹാരം കഴിക്കാം, നല്ല മനസ്സോടെ ഇരിക്കാം. ഓർഗാനിക് ഫാമിംഗാണ് അവലംബിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മനസ്സ് തുറന്നു. എനിക്കും അതിരറ്റ സന്തോഷമായി. നല്ല സുമുഖനായ, ശുഭ്ര വസ്ത്രധാരിയായ, വെള്ളമുണ്ടെടുത്ത് മടക്കിക്കുത്തി നീല ഷർട്ടിട്ട് സുമുഖനായ ആ മധ്യവയസ്കൻ ആരാണെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അമ്പരന്ന് പോയി. ഒരു ഹെഡ് മാസ്റ്ററാണ്. ഒരു സ്കൂളിലെ ഇപ്പം നിലവിലെ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൃഷി ഒരു ഹരമാണ്, ഒരു പാഷനാണ്, ഒരു അഭിലാഷമാണ്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും കൂടി നട്ട് നനച്ച് വളർത്തി
പരിപാലിച്ച് വലുതാക്കി എടുക്കുന്ന ഒരു സംരംഭമായിരുന്നു ആ കൃഷിയിടം. അതിന് കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സപ്പോർട്ടും അവരുടെ മേൽനോട്ടവും കൃഷി ഓഫീസറുടെ സഹായവും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ പച്ചക്കറികളിലെ ഏറ്റവും അത്ഭുതം കാബേജും കോളിഫ്ലവറുമാണ്. നമ്മുടെ നാട്ടിലും കാബേജും കോളിഫ്ലവറും വളരും എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഇത്രയും പച്ചപ്പോടെയും ഇത്രയും ഈൽഡോടുകൂടി നല്ല വിളവ് കിട്ടുന്ന പാകത്തിന് ഇത്രയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിരനിരയായിട്ട് വരിയായിട്ടും കൃത്യമായ അകലത്തിൽ കൃത്യമായ പരിചരണത്തോടു കൂടി കോളിഫ്ലവർ, കാബേജ്, പച്ചമുളക് കാണേണ്ട ഒരു കാഴ്ച തന്നെ. ആരും നോക്കി നിന്നു പോകും. അങ്ങനെ ഞാൻ അവിടെ മൊത്തം ചുറ്റി നടന്നു. അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി. 1 ഇഞ്ച് ഭൂമി കളയാതെ, ഒരു തുള്ളി വെള്ളം പാഴിക്കളയാതെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത് ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. മനുഷ്യ അധ്വാനം കുറച്ചിട്ടുണ്ട് ഈ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ കണ്ടെയ്നറുകളും ഗ്രോ ബാഗും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കീടനാശിനികൾ കുറവുണ്ട്. പിന്നെ അതിന് കൃഷിഭവൻ്റെ മേൽനോട്ടവും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യമായ പരിരക്ഷയുണ്ട്. ഏതായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാം കണ്ടു വരുമ്പോൾ ഒരു ബോർഡ് തൂക്കിയിരിക്കുന്നത് കണ്ടു. ഒരു പടർന്ന് പന്തലിച്ച ഒരു തൈമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ബോർഡ് കണ്ടു, സൊറൈഡം. ചുറ്റും നോക്കിയപ്പോൾ കസേരകൾ, അതായത് ഓഫീസിൽ നിന്ന് പഴയ ആവശ്യം കഴിഞ്ഞ പഴയ കസേരകൾ പുതിയത് വാങ്ങിയപ്പോൾ മാറ്റിവെച്ചവ കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അടുക്കി ഇട്ട് അതൊരു മീറ്റിംഗ് ഹാള് പോലെ സൊറയിടം തയ്യാറായിരിക്കുന്നു. അതെന്തിനാണെന്നല്ലേ, ഈ കൃഷിയിടത്തിൽ അതിൻ്റെ സംഘാടകർക്ക് മീറ്റിംഗ് കൂടാനും വിശ്രമിക്കാനും അതിൻ്റെ തുടർ നടപടികളെപ്പറ്റി ആലോചിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൊറയിടവും വളരെ കൗതുകം ഉണർത്തുന്നതായിരുന്നു. തീർന്നില്ല. സൊറയിടത്തിന് ചുറ്റും ഭിത്തിക്ക് പകരം ചെടികൾ ഹാങ് ചെയ്തിരിക്കുകയാണ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ്. ആ മരത്തിൻ്റെ കൊമ്പുകളിലും ചില്ലകളിലും എല്ലാം മറ്റ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് തൂക്കിയിട്ട് മനോഹരമാക്കി അതിനകത്ത് ഒരു ചെറിയ ഹാള്, ഒരു റൗണ്ട് ഹാള് പണിതതുപോലെ ടീപ്പോയും എല്ലാ സംവിധാനങ്ങളോടുകൂടി ഒരു സൊറയിടവും കൂടി. അപ്പോൾ എന്ത് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ കൃഷി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഏതായാലും മനോജ് എന്നാണ് ആ ഹെഡ് മാസ്റ്ററുടെ പേര്. മനോജ് സാറിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കും അതുപോലെ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥികൾക്കും കൃഷി ഓഫീസർക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ.